നമ്മളെപ്പോഴും യോഗ പരിശീലനം ആരംഭിക്കേണ്ടത് ഇതേപോലെ ചമ്രം പഠിച്ചിരുന്നിട്ടാവണം. സുഖകരമായ രീതിയിലിരിക്കുക. ഇതൊരു ആസനമാണ്, സുഖാസനം എന്ന് പറയും. ആ സുഖാസനത്തിലിരിക്കുക. ഒന്നുകിൽ ഇങ്ങനെ ഇരിക്കാം, കാലുകൾ രണ്ടും വിട്ടുവിട്ടിരിക്കാം, അല്ലെങ്കിൽ ഈ കാലിൻ്റെ തടിയിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ചമ്രം പഠിച്ചിരിക്കുന്ന പോലെ ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുക. ഇനി അതല്ല ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കസേരയിലിരിക്കാം, അല്ലെങ്കിൽ ഭിത്തിയിൽ ചാരിയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. സുഖകരമായ ഇരിപ്പായിരിക്കണം, എങ്കിലേ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇട്ടിട്ട് പോയി കളയും. അപ്പോൾ സുഖകരമായ രീതിയിലിരിക്കുക. ചമ്രം പിടിച്ചിരുന്നു, കൈകൾ ചിന്മുദ്രയിൽ വെച്ചു. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക എന്നുള്ളതാണ്. അതിന് കണ്ണുകൾ അടച്ചു വയ്ക്കുക. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. സുഖകരമായ രീതിയിൽ നമ്മൾ ഇരുന്നിട്ട് കണ്ണുകൾ അടച്ചു വെച്ചു. പുരികങ്ങളുടെ മധ്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുകയാണിപ്പോൾ. പുരികങ്ങളുടെ മധ്യഭാഗം അവിടെ ഒരു ചെറിയ വെളിച്ചം കാണാൻ പറ്റുമെന്ന് നോക്കുക. ഒരു കുഞ്ഞ് നീല വെളിച്ചം, ആകാശത്തിൻ്റെ നീല നിറമുള്ളൊരു വെളിച്ചം കാണാൻ പറ്റുമെന്ന് നോക്കുക. ആ വെളിച്ചത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ആ വെളിച്ചം ക്രമേണ നമ്മുടെ തലയുടെ ഉള്ളിലേക്ക് വ്യാപിക്കുന്നതായി കാണുക. മുഖം മുഴുവൻ വ്യാപിച്ച് കഴുത്തിലൂടെ, കൈകളിലൂടെ, ഉടലിലൂടെ, നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ച് ആ നീല നിറത്തിൽ നമ്മളങ്ങനെ ലയിച്ചിരിക്കുകയാണെന്ന് കാണാം. ഇപ്പോൾ ആ നീല നിറത്തിലേക്ക് നമ്മളങ്ങനെ ലയിച്ചിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും ആ ഒരു നീല വെളിച്ചത്തിൻ്റെ ഒരു പ്രഭാവലയം, ഹാലോ, നമ്മുടെ ശരീരത്തിന് ചുറ്റും ആ നീല വെളിച്ചത്തിൻ്റെ ഒരു പ്രഭാവലയം അങ്ങനെ തീർത്തിരിക്കുകയാണ്. ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്, ഒരു രക്ഷാകവചം. അതിലങ്ങനെ സുഖമായിരിക്കുമ്പോൾ നമ്മൾ മാനസികമായി തയ്യാറെടുക്കുകയാണ് യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിനുള്ള. ഓക്കെ, ശാന്തമായി അങ്ങനെ ഇരുന്നിട്ട് ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധിക്കാം. വയറിൻ്റെ ചലനത്തിൽ ശ്രദ്ധിക്കാം. ശ്വാസം എടുക്കുമ്പോൾ ഉയർന്നു വരുന്ന വയറ്, ശ്വാസം വിടുമ്പോൾ താഴ്ന്നു വരുന്ന വയറ്. ശ്വാസം എടുക്കുമ്പോൾ ഉയർന്നു വരുന്നു, ശ്വാസം വിടുമ്പോൾ താഴ്ന്നു വരുന്നു. മുഖവും നെറ്റിയും പുരികങ്ങളൊക്കെ അയഞ്ഞ് കിടക്കുകയാണ്. ഇനി തലയുടെ ഇടതുഭാഗവും വലതുഭാഗവും മൂർധാവും ഒന്ന് അയച്ചിടുക. മനസ്സുകൊണ്ട് അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി. ഉടൽ മുഴുവനും അയച്ചിട്ട്, കഴുത്ത് മുഴുവനും അയച്ചിട്ട്, കൈകൾ അയച്ചിട്ട് സുഖകരമായ രീതിയിൽ അങ്ങനെ ഇരിക്കുക. നട്ടെല്ല് നിവർത്തി വയ്ക്കാൻ കഴിയാവുന്നത് ശ്രമിക്കുക. അതിനാണ് ചാരി ഇരിക്കാൻ പറഞ്ഞത്. നന്നായിട്ട് ചാരി ഇരുന്നിട്ട് അങ്ങനെ സുഖകരമായ രീതിയിലിരിക്കുക. ഓക്കെ, ഇപ്പോൾ ശാന്തമായി അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സ് ഒരു ശാന്തതയുടെ അപാരതയിലേക്ക്, ആഴങ്ങളിലേക്ക് അങ്ങനെ ആഴ്ന്നാഴ്ന്നങ്ങനെ പോവുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ശാന്തമായി തീരുന്നു. ശാന്തമായ സുഖകരമായ ആ ഒരവസ്ഥയിലിരുന്നു കൊണ്ട് പതിയെ കൈകളൊന്ന് തൊഴുതു പിടിക്കുക. തൊഴുതു പിടിച്ചിട്ടൊരു പ്രാർത്ഥന, നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനയാകാം. നിങ്ങളുടെ മത ആചാരങ്ങൾക്കനുസരിച്ച് ഇഷ്ടമുള്ള പ്രാർത്ഥന ചൊല്ലാം. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ രൂപം മനസ്സിൽ കാണാം. അല്ലെങ്കിൽ നമുക്കെപ്പോഴും നമ്മളോടൊപ്പം എപ്പോഴും പോസിറ്റീവായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്കെപ്പോഴും പോസിറ്റീവ് എനർജി തരുന്ന ആളിൻ്റെ രൂപം കാണാം. ആ മുഖം കാണാം. ദൈവത്തിൻ്റെ മുഖം കാണാം. ദൈവവിശ്വാസികളാണെങ്കിൽ അങ്ങനെ കാണാം. ആ ഉൾക്കരുത്ത്, അതാണ് നമുക്ക് ആവശ്യം. ഏത് പ്രവൃത്തിയും ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള അപാരമായ ശക്തി നേടിയതായി മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കുക. ആ പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. എന്ത് ചെയ്യുന്നതിന് മുമ്പും, ഏത് സൽപ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, പ്രാർത്ഥന കഴിഞ്ഞു. ഇനി കൈകളൊന്ന് നന്നായിട്ട് തിരുമ്പങ്ങനെ റബ്ബ് ചെയ്യുക. എന്നിട്ട് ആ കൈയിൻ്റെ ചൂടൊന്ന് കണ്ണിലേക്ക് വയ്ക്കുക. ഇനി ആ മുഖം ഒന്ന് പതുക്കെ ഉഴിഞ്ഞെടുക്കുക. കഴുത്തിൻ്റെ പിന്നിലേക്ക് കൈകൾ വെച്ചിട്ട്, കൈകളിങ്ങനെ ക്രോസായിട്ട് വെച്ചിട്ട് കൈകളിലൂടെ താഴ്ത്തി മുതുകിലേക്കൊന്ന് കൈ കൊണ്ടുപോയി കാൽമുട്ടിലേക്ക് കൊണ്ടുവന്ന് കാൽ താഴ്ത്തി വെച്ചിട്ട് സുഖകരമായ രീതിയിൽ നിവർന്നിരിക്കുക. ഓക്കെ, ശാന്തമായിരിക്കുക, സുഖകരമായ രീതിയിലിരിക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ കണ്ണുകളങ്ങനെ തുറന്നു വരിക. അപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ അഥവാ ധ്യാനം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് എല്ലാ ദിവസവും ഇത് ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഇത് ആദ്യം ചെയ്യുക, മെഡിറ്റേഷൻ, പ്രാർത്ഥന, അത് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് എപ്പോഴും നിവർത്താൻ അങ്ങനെ ഇരുന്നിട്ട് കഴുത്തിൻ്റെ വ്യായാമമാണ് നമുക്ക് ആദ്യം തുടങ്ങേണ്ടത്. എപ്പോഴും അതാണ്. കാരണം കഴുത്ത് വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയാണ്. അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കണം.
പ്രത്യേകിച്ച് രാവിലെയൊക്കെയാണ് യോഗ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നത് ഏതൊക്കെ തരത്തിലാണെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് കഴുത്തിൻ്റെ വ്യായാമം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. കൈകൾ ഇങ്ങനെ വെച്ചിട്ട് ലൂസാക്കി ഇടുക. അപ്പോൾ അങ്ങനെ ധ്യാനം കഴിഞ്ഞു. ഇനി നമ്മൾ കഴുത്തിൻ്റെ വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ടി വിയിൽ സ്ക്രീനിലേക്ക് നോക്കണമെന്നില്ല. ഇതാ ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. ഒരു തവണ നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി താടി ഒന്ന് നെഞ്ചിലേക്ക് തൊടാൻ ശ്രമിക്കുക. ഒരുപാട് ഇങ്ങനെ പിടിച്ച് വലിക്കരുത്. സ്മൂത്തായിട്ട് വേണം ചെയ്യാൻ കേട്ടോ, വളരെ സ്മൂത്തായിട്ട്, ഈസിയായിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ ശ്വാസം എടുത്ത് ഒന്നുകൂടെ വരിക. വീണ്ടും തല താഴ്ത്തുക. ഒന്നുകൂടി ഇൻഹേൽ അപ്പ്, എക്സൈൽ ഡൗൺ, സെൻറ്ററിലേക്ക് വരിക. 3 തവണയാണ് നമ്മളിവിടെ ചെയ്തത്. അത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. 5 തവണയോ 10 തവണയോ എത്ര വേണം ചെയ്യാം. സുഖകരമായ രീതിയിൽ ചെയ്യാം. ഓക്കെ, അടുത്തത് തല നേരെ വെച്ചിട്ട് നല്ലൊരു ചിരിയോടുകൂടി വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ആ കണ്ണുകൾ തുറന്ന് വെച്ചിട്ട് നേരെ തല വലതു ഭാഗത്തേക്കൊന്ന് തിരിച്ച് നോക്കുക. ആ വലത് ഷോൾഡറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നോക്കാവുന്ന രീതിയിൽ അങ്ങോട്ട് നോക്കുക. ഓക്കെ, പതുക്കെ നേരെ കൊണ്ടുവരിക. ഇടത്തോട്ട് നോക്കുക. നേരെ വരിക, വലത്തോട്ട്, സെൻറ്റർ, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, സെൻറ്റർ, ലെഫ്റ്റ്, സെൻറ്റർ ആൻഡ് സിറ്റ് ഡൗൺ, റിലാക്സ്. അപ്പോൾ അവിടെ നമ്മൾ 3 തവണ ചെയ്തു. അവിടെ നമുക്ക് നമ്പർ കൂട്ടാം. അടുത്തത് ഈ ചെവി ഒന്ന് പതുക്കെ വലത്തോട്ട് ഇങ്ങനെ ചരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, കഴുത്തൊന്ന് പതുക്കെ വലത്തോട്ട് ചരിക്കുന്നു. അതായത് നമ്മുടെ ഈ ചെവി ഷോൾഡറിൽ ടച്ച് ചെയ്യാൻ പോകുന്ന പോലെ. ഒരിക്കലും ഷോൾഡർ ഇങ്ങനെ പൊക്കി കൊടുക്കരുത്. ഷോൾഡർ ലൂസായിട്ട് തന്നെ കിടക്കാം. പതുക്കെ ഒന്ന് ഇങ്ങനെ ചരിച്ചാൽ മതി, ഒരുപാട് വലിക്കരുത്. പതിയെ നേരെ കൊണ്ടുവരിക, മറുവശത്തേക്ക് കൊണ്ടുപോകുക. ഓക്കെ, നേരെ കൊണ്ടുവരിക, മറുവശത്തേക്ക്, നേരെ കൊണ്ടുവരിക, മറുവശത്തേക്ക്, സെൻറ്റർ, റൈറ്റ്, സെൻറ്റർ, ലെഫ്റ്റ്, സെൻറ്റർ. ഓക്കെ, കഴുത്തിൻ്റെ വ്യായാമം കഴിഞ്ഞു. ഇത്ര മതി. കഴുത്തിങ്ങനെ റൊട്ടേറ്റ് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. ഇത്ര മതി, ചെയ്താൽ മതി. അടുത്തത് നമ്മുടെ ഷോൾഡറിനുള്ള വ്യായാമമാണ്. കൈകൾ രണ്ടും തോളിൽ വയ്ക്കുക, കൈമുട്ടുകൾ ചേർത്ത് വയ്ക്കുക, കൈകൾ പുറകോട്ട് കറക്കിയെടുക്കുക. ഇങ്ങനെ 1 2 3 4 5, തിരിച്ചെടുക്കുക. 5 4 3 2 1. ഓക്കെ, അത് കഴിഞ്ഞു. ഈസി. ഇനി കൈകൾ രണ്ടും ഇങ്ങനെ മുന്നോട്ട് നീട്ടിപ്പിടിക്കുക. കൈകൾ ചുരുട്ടി പിടിക്കുക, നിവർത്തുക. ഇങ്ങനെ 10 9 8 7 6 5 4 3 2 1. മലർത്തി പിടിക്കുക. അത് തന്നെ ചെയ്യുക. 10 9 8 7 6 5 4 3 2 1. ഓക്കെ, ഫൈൻ. അതുമായി. ഇനി കൈക്ക് ഈ ഭാഗത്തിനൊക്കെ നല്ല ഒരു ബലം കിട്ടാനായിട്ട്, നല്ല കരുത്ത് കിട്ടണം. കൈയിൻ്റെയൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോഴൊക്കെ നല്ല വെയിറ്റ് വേണം. ആ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന. കൈകൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ കണ്ടോ, കൈമുട്ട് നമുക്കിവിടെ തുടരെ കൊടുക്കാം. ഇങ്ങനെ വെച്ചാൽ മതി. കണ്ടോ, കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ ഈ കൈയിൻ്റെ ഈ ഭാഗം മുട്ടിൽ കൊള്ളും. തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈമുട്ട് ഇവിടെ ഇങ്ങനെ വരും. കണ്ടോ, 1 2 3 4 5 6 7 8 9 10. അത് കൈ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ബലം കൊടുത്തിട്ട് എടുക്കണം. അതുപോലെ തിരിച്ചു വിടുമ്പോഴും ബലം കൊടുത്തെടുക്കണം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കിയാൽ പോരാ. അങ്ങനെ ആക്കിയാൽ അതിനൊരു പിടുത്തം കിട്ടത്തില്ല. ഇങ്ങനെ ബലം കൊടുത്ത് കൊണ്ടുവരണം. അപ്പോഴേ നമ്മുടെ ഈ മസിൽ ഈ ബൈസെപ്സ് മസിൽസ് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തിരിച്ചിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇത് വെച്ചാൽ നമ്മുടെ ഈ കൈ തണ്ടയിലുള്ള മസിൽസ് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ആ ഭാഗത്തുള്ള സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് ഉരുണ്ട് കളിക്കുന്ന മസിലിൽ നമുക്ക് വലിയ കാര്യമില്ല. സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഈ ജോയിൻസൊക്കെ നന്നായിട്ട് ചലിച്ചാൽ ആ ബ്ലഡ് സർക്കുലേഷനും അതുപോലുള്ള ദ്രാവകങ്ങളുടെ ഒഴുക്ക് കറക്റ്റ് ആവുകയുള്ളൂ. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. കണ്ടോ, ഇതൊക്കെ എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ 2 കൈ ഒരുമിച്ച് ചെയ്യാം. ഇങ്ങനെ വെയിറ്റ് എടുക്കുന്ന പോലെ. വെയിറ്റ് വേണമെന്നില്ല നമ്മുടെ കയ്യിൽ, വെയിറ്റ് വേണമെന്നില്ല. വെയിറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്, കുഴപ്പമില്ല, ചെറിയ വെയിറ്റൊക്കെ എടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ചിട്ട് വെയിറ്റ് ഉള്ളതായിട്ട് സങ്കല്പിക്കുക. അവർ ഭാരം ഉയർത്തുന്ന പോലെ സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ കണ്ടോ. അപ്പോൾ ആ നല്ല കൈക്കൊക്കെ നല്ല ബലം കിട്ടും, അത് നെഞ്ചിനുമൊക്കെ നല്ല ബലം കിട്ടും. അങ്ങനെ ചെയ്യാം. നിവർന്നിരുന്നിട്ട് വേണം ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ അത്രയായി.
ഇതെല്ലാം നമുക്ക് വീഡിയോ നോക്കി ചെയ്യാവുന്നല്ലോ, പിന്നെ കൺഫ്യൂഷൻ ഇല്ല, തെറ്റ് പറ്റുന്ന പ്രശ്നമില്ല. ഓക്കെ, അടുത്തത് കണ്ണിൻ്റെ വ്യായാമമാണ്. കണ്ണ് നന്നായിട്ട് തുറന്നു പിടിക്കുക. 2 കണ്ണും ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് 2 മിഴികളെയും ഉയർത്തി മുകളിലേക്ക് നോക്കുക. കാണാമല്ലോ, ഈ പുരുകങ്ങളുടെ മധ്യത്തിലേക്ക് നോക്കുക. ഇവിടെ ഒരു എം ഷേപ്പ് ഇങ്ങനെ വരും, അതിലേക്ക് അങ്ങനെ നോക്കുക. ഒരു 3 സെക്കൻഡ് അങ്ങനെ പിടിച്ചു നിർത്തണം. 1 2 3. നേരെ മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കുക. 1 2 3. വീണ്ടും മുകളിലേക്ക് നോക്കുക. 1 2 3. മൂക്കിൻ്റെ അറ്റം. 1 2 3. വീണ്ടും 1 2 3. മൂക്കിൻ്റെ അറ്റം. 1 2 3. കണ്ണുകൾ അടച്ച് വയ്ക്കുക. കൈകളും ചൂടാക്കുക, നന്നായിട്ട് ചൂടാക്കണം. ആ ചൂടൊന്ന് കണ്ണിലേക്ക് വയ്ക്കുക. ഒന്ന് മുഖം ഒഴിഞ്ഞെടുക്കുക, കൈ താഴ്ത്തി വയ്ക്കുക. ദീർഘമായൊരു ശ്വാസം എടുത്തോട്ട്. ഓക്കെ, കണ്ണ് നന്നായിട്ട് തുറന്നു പിടിക്കുക. വീണ്ടും കണ്ണിൻ്റെ വ്യായാമമാണ്. ഇതവണ നമ്മൾ ചെയ്യുമ്പോൾ 2 മിഴികളെയും വലതു ഭാഗത്തേക്ക് കൊണ്ടുപോകുക. ഇതാ 1 2 3. ഇടത് ഭാഗത്തേക്ക് 1 2 3. മറുവശം 1 2 3. 1 2 3. 1 2 3. 1 2 3. നേരെ വരിക, കണ്ണടച്ച് വയ്ക്കുക. ഓരോ തവണയും കൈ ചൂടാക്കണം. കണ്ണിലേക്ക് വയ്ക്കുക, മുഖം ഒഴിഞ്ഞെടുക്കുക, കൈ താഴ്ത്തിയിടുക, റിലാക്സ്. അടുത്തത് കണ്ണിൻ്റെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ 2 മിഴികളെയും ഈ വലതു ഭാഗത്ത് മുകളിൽ ഇവിടെ ഒരു പോയിൻറ്റിൻ്റെ ഈ തള്ളവിരൽ കാണാമല്ലോ, അതേപോലെ നിങ്ങൾ തള്ളവിരൽ ഇങ്ങനെ വയ്ക്കുക. ഈ ഇടത് ഭാഗത്ത് താഴെ ഈ തള്ളവിരൽ ഇതുപോലെ വയ്ക്കുക, ഇങ്ങനെ ഡയഗണലി ഓപ്പോസിറ്റായിട്ട് കാണാം. എന്നിട്ട് ആ വിരലിലേക്ക് നോക്കുക, താഴത്തെ തള്ളവിരലിലേക്ക് നോക്കുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ അല്ലേ? തിരിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കണ്ണൊന്ന് അടച്ചിങ്ങനെ വെച്ചിട്ട് നേരെ വരിക, തിരിച്ച് വയ്ക്കുക. ഇടത് കൈ ഇവിടെ ഇങ്ങനെ വയ്ക്കുക, വലത് കൈ ഇവിടെ വയ്ക്കുക. നോട്ടം ഇങ്ങനെ മാറി മാറിപ്പോണം. കഴുത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കരുത്, മിഴി മാത്രമേ പോകുന്നുള്ളൂ, നോക്കിക്കൊള്ളാം. 1 2 3 4 5 6 7 8 9 10. ക്ലീൻ. ഒന്നുകൂടെ കൈ ചൂടാക്കുക, നന്നായിട്ട് ചൂടാക്കണം. ആ ചൂടൊന്ന് കണ്ണിലേക്ക് വെച്ച് ആ കണ്ണിലെ രക്തക്കുഴലുകളൊക്കെ ഒന്ന് വികസിച്ച് കിട്ടാൻ വേണ്ടിയാണ് ആ ചൂട് വയ്ക്കുന്നത്. എന്നിട്ട് മുഖം ഒന്ന് ഒഴിഞ്ഞെടുത്ത് കൈകൾ താഴ്ത്തി വെച്ചിട്ട് റിലാക്സ് ചെയ്യാം. തൽക്കാലം കണ്ണിൻ്റെ ഇത്രയും ചെയ്താൽ മതി. കണ്ണിന് ഒരുപാട് വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് തൽക്കാലം ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ടുള്ള ഏകദേശം എല്ലാ വ്യായാമങ്ങളായെന്ന് വേണേൽ പറയാം. ഒരു സെറ്റ് കൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന പോലെ ഇരുന്നിട്ട് കാലുകളൊന്ന് പതുക്കെ മുന്നോട്ട് നീട്ടി വയ്ക്കാം. ഞാനിങ്ങനെ ചരിഞ്ഞിരുന്ന് കാണിച്ചു തരാം. കാലുകളൊന്ന് ഇങ്ങനെ ഒന്ന് മുന്നോട്ട് നീട്ടി വയ്ക്കാം. എന്നിട്ട് കൈകളിങ്ങനെ പുറകെ കൊടുത്തിട്ട് ഒന്ന് നടുവ് നിവർത്തി വയ്ക്കാം. കാരണം കുറച്ച് നേരം നമ്മളിങ്ങനെ കുത്തനെ ഇരുന്നതല്ലേ, അപ്പോൾ അതിനൊരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ്. കൈകളിങ്ങനെ പുറകെ കൊടുക്കുക, ഒന്ന് കാലുകളിങ്ങനെ നീട്ടി വയ്ക്കാം. കാൽപാദങ്ങളെ ഒന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, മുമ്പോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതോടൊപ്പം മുഖത്തിനടുത്തേക്ക് ഒന്നിങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി. 1 2 3 4 5 6. ഇനി കാലുകളെ ഇങ്ങനെ ചലിപ്പിക്കുക. 1 2 3 4 5 6. ഇത് ചെയ്തു. അപ്പോൾ കാലുകൾക്കൊക്കെ ഏകദേശം ഒന്നിങ്ങനെ ചലിപ്പിച്ചൊക്കെ കൊടുക്കുക, ഒന്നിങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കുക. മുകളിലേക്കും താഴേക്കൊക്കെ പൊക്കി താത്തി നല്ല സുഖകരമായിട്ടിരിക്കുക. ആ മുട്ടിനൊക്കെ നല്ല അയവ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം ചെയ്തിട്ട് ഇനി പതുക്കെ നമ്മൾ ഒന്ന് നേരെ വരണം. ഇങ്ങനെ വന്നിട്ട് ഈ കാലുകൾ രണ്ടും, കാൽ വെള്ളകൾ രണ്ടും ഇങ്ങനെ പിടിക്കുക, തൊട്ട് വയ്ക്കുക. ഇത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊക്കെ വളരെ നല്ലതാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഈ ആർത്തവ പ്രശ്നങ്ങളൊക്കെ പോകാനും പുരുഷന്മാരെ സംബന്ധിച്ച് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രശ്നം പരിഹരിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നന്നായിട്ട് ചെയ്യാം. കാലുകളിങ്ങനെ ചേർത്ത് വയ്ക്കുക, മാക്സിമം നമ്മുടെ ശരീരത്തോട് അടുപ്പിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. കൈകൾ കൊണ്ട് ഈ കാലിലിങ്ങനെ പൊതിഞ്ഞ് പിടിക്കുക. ഇത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കാൽ മുട്ടുകൾ രണ്ടും തറയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇങ്ങനെ പതുക്കെ പതുക്കെ താത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നെഞ്ചൊക്കെ നിവർത്തി പിടിക്കണം. നല്ല ബലം കൊടുത്തുകൊണ്ട് കൈക്കൊക്കെ നല്ല ബലം കൊടുക്കാം.
എന്നിട്ട് അങ്ങനെ താത്തി കൊടുക്കുക. എന്നിട്ട് അത് പതുക്കെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ആക്കാം. കണ്ടോ, കൈ ഇവിടെ പിടിക്കുക, കാലിൻ്റെ ഈ ആംഗിളിൽ പിടിച്ചിട്ട് ഈ കൈ മുട്ട് കൊണ്ടുപോയി തുടയെ കൊടുക്കുക. എന്നിട്ട് ആ കാലിൻ്റെ തുടയെ താഴേക്ക് താത്താൻ ശ്രമിക്കുക. ഇങ്ങനെ കണ്ടോ, അപ്പോൾ കുറച്ചുകൂടി താന്ന് വരും. അങ്ങനെ താത്തി എടുക്കണം അതിന് നമുക്ക്. അപ്പോൾ ഈ ഹിപ്പിൻ്റെ ഭാഗത്ത്, ഈ ലംബാർ ഏരിയയിലൊക്കെ നമ്മുടെ ഈ ഭാഗമൊക്കെ നന്നായിട്ട് ലൂസായി വരും. അപ്പോൾ നമുക്ക് ഇരിക്കാനും നടക്കാനും ഒക്കെ നല്ല ഒരു ഉഷാറ് കിട്ടും, നല്ല ബലം കിട്ടും. നെഞ്ച് നിവർത്തി പിടിക്കുക, തല നേരെ പിടിച്ച് നല്ല ഉഷാറായിട്ടിരിക്കുക. ഇങ്ങനെ ഇത് വളരെ നല്ലതാണ്. ദിവസം ചെയ്യുക, കുറേ സമയം ചെയ്യണം. ഒരു 5 മിനിറ്റെങ്കിലും ചെയ്യണം ഇങ്ങനെ ഇരുന്നിട്ട്. സമയം നോക്കിക്കൊണ്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ഇരുന്ന പോലെ തോന്നിപ്പോകും. സമയം എടുത്ത് തന്നെ ചെയ്യണം, സമയം നോക്കിക്കൊണ്ട് തന്നെ ചെയ്യണം. പറയുന്നത് മനസ്സിലാണല്ലോ. ഇല്ലെങ്കിൽ നമ്മളിത് ഇപ്പം ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തോന്നും കുറേ മിനിറ്റ് ആയ പോലെ, ഒരു 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ആയ പോലെ തോന്നും. ഇല്ല, അത്രയൊന്നും ആയിട്ടില്ല. ഇതിങ്ങനെ ചെയ്യാം. ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു രീതി ചെയ്യാം. കൈകളിങ്ങനെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കാം. കണ്ടോ, അപ്പോഴും നമുക്ക് ആ കൈ മുട്ടുകൊണ്ട് തുടയിലേക്ക് അമർത്തി കൊടുക്കാം. കംഫർട്ടബിളായിട്ട് ചെയ്യാം. നെഞ്ച് നിവർത്തി പിടിക്കുക, നട്ടിൽ നേരെ പിടിക്കുക, തല നേരെ വെച്ചിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് നന്നായിട്ട് ചെയ്യുക. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ റിലീസ് ചെയ്യുക. നേരത്തെ കാല് നീട്ടിയിരുന്ന പോലെ ഇരിക്കുക, റിലാക്സ് എടുക്കുക, അത്ര തന്നെ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മലർന്ന് കിടക്കണം. വ്യായാമം കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് നിലത്ത് കിടക്കണം. നിലത്ത് കിടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളണം. എപ്പോഴും കാലുകളൊന്നിങ്ങനെ മുന്നോട്ട് നീട്ടി വയ്ക്കണം. മുന്നോട്ട് നീട്ടി വെച്ച് എപ്പോഴും നിങ്ങൾ കട്ടിൽ കിടക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ. പ്രത്യേകിച്ച് പ്രായമായവർ ഒരിക്കലും നമ്മളിങ്ങനെ ഇരുന്ന വഴി ഇങ്ങനെ പൊത്തോന്ന് അങ്ങോട്ട് കിടക്കരുത്. നട്ടലിന് കേടാണ്, പെട്ടെന്ന് ചില ഉളുക്കുകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ കിടന്നിട്ട് പതുക്കെ ഈ കാലൊന്നും ഇങ്ങനെ മടക്കി വയ്ക്കുക. കണ്ടോ, എപ്പോഴും ഇടതുവശത്തേക്ക് ചരിഞ്ഞ് കിടക്കുന്നതാണ് നല്ലത്. അതിന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, വലത് കൈ തറയിൽ കുത്താൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ, 2 കൈ ഇപ്പോൾ തറയിലായില്ലേ. എന്നിട്ട് പതുക്കെ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് സാവധാനം അഡ്ജസ്റ്റ് ചെയ്ത്, ഇതൊന്നും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല, ശരിക്കും ഇങ്ങനെ കിടക്കുക. കണ്ടോ, ഒന്നിങ്ങനെ ചരിഞ്ഞ് കിടക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ചരിഞ്ഞങ്ങനെ കിടക്കുക. ഒന്നിങ്ങനെ കിടക്കണം ആദ്യം. എന്നിട്ട് സാവധാനം വേണം മലർന്നിങ്ങനെ വരാനായിട്ട്. അതാ, ഒന്നിങ്ങനെ മലർന്ന് കിടക്കുക. പതുക്കെ കാലുകൾ രണ്ടും ഇങ്ങനെ വയ്ക്കുക. കാലുകൾ രണ്ടും മടങ്ങി തന്നെ വയ്ക്കണം ആദ്യം. മലർന്ന് കിടന്ന ഉടനെ തന്നെ കാല് നീട്ടരുത്. തൽക്കാലം ആദ്യം ഇങ്ങനെ കാലുകൾ മടക്കി വയ്ക്കുക. എന്നിട്ട് ആ നട്ടലിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് നോക്കുക. നട്ടലിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല സുഖകരമായ രീതിയിലൊന്ന് തറയിലേക്ക് പതുക്കെ വെച്ച് കൊടുത്തിട്ട് റിലാക്സ് ചെയ്ത്, ഒരു ബലവും കൊടുക്കണ്ട, റിലാക്സ് ചെയ്ത് കിടക്കുക. ഓക്കെ, ഇനി പതുക്കെ കാലുകൾ മുന്നോട്ട് നീട്ടി വയ്ക്കുക. ഓരോ കാലായിട്ട് മുന്നോട്ട് നീട്ടുക. കണ്ട, ആദ്യം ഇടത് കാൽ പതുക്കെ മുന്നോട്ട് നീട്ടുക, വലത് കാലും മുന്നോട്ട് നീട്ടുക. കൈകൾ ശരീരത്തിന് ഇരുവശവുമായി ഒന്ന് മലർത്തി അയച്ചിടുക. കണ്ട, ഇങ്ങനെ, ഇതാണ് മലർത്തി അയച്ചിടുന്ന രീതി. നമ്മളിങ്ങനെ ബലം പിടിക്കേണ്ട എന്നർത്ഥം. 2 കൈകളും മലർത്തി അയച്ചിട്ടിട്ട് സുഖകരമായ രീതിയിൽ ഒന്നിങ്ങനെ കിടക്കുക. കണ്ണുകൾ അടച്ചു വെച്ച് കിടക്കുക. ശരീരം മുഴുവനായും അയച്ചിട്ട് നട്ടലിൻ്റെ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ച് അങ്ങനെ കിടക്കാം. ദീർഘമായൊരു ശ്വാസം എടുത്തു വിടുക. ആ ശ്വാസഗതിയെ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് വയറിൻ്റെ ചലനം കാണാൻ വേണ്ടി കൈയൊന്ന് വയറിൻ്റെ മുകളിൽ വയ്ക്കാം. ഇതാ നോക്കിക്കൊള്ളണം. ഇതാ, ശ്വാസം എടുക്കുമ്പോൾ, ശ്വാസം വിടുമ്പോൾ ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഒരു 3, 4, 5 തവണ ശ്വാസം എടുത്തുവിടാം. എന്നിട്ട് പതുക്കെ കാലുകളൊന്ന് ചേർത്ത് വയ്ക്കുക. ഇനിയാണ് പ്രധാനം. ഈ കൈവിരലുകൾ ഇങ്ങനെ കോർത്ത് പിടിക്കണം. കോർത്ത് പിടിച്ചിട്ട് കൈവെള്ള ഇങ്ങനെ ആക്കണം. എന്നിട്ട് അത് നേരെ പുറകോട്ട് നീട്ടി ഒരു സ്ട്രെച്ച് കൊടുക്കുക. നല്ല സ്ട്രെച്ച് കൊടുക്കുക. എന്താ, ടോട്ടൽ ബോഡി സ്ട്രെച്ച് ചെയ്യണം. കാലിൽ പിടിച്ചൊരാൾ പുറകോട്ട് വലിക്കുന്ന പോലെയും കയ്യിൽ പിടിച്ചൊരാൾ കൈയിൻ്റെ ഭാഗത്തേക്ക് വലിക്കുന്ന പോലെയും ഒരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിക് വലിക്കുന്ന പോലെ തോന്നണം. നല്ല സ്ട്രെച്ച് കൊടുക്കണം. ഒരു ട്രാക്ഷന് തുല്യമാണിത്. ശരീരത്തെ മുഴുവൻ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 5, 4, 3, 2, 1. പതിയെ കൈകൾ മുന്നോട്ട് കൊണ്ടുവരിക. നേരെ കൈകൾ താഴ്ത്തി കൈകൾ ശരീരത്തിൻ്റെ വശവുമായി തറയിൽ കമഴ്ത്തി വയ്ക്കുക. ഓക്കെ,
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ആസനം ഏകപാദ ഉത്ഥാനാസനമാണ്. അതായത് ഒരു കാല് നേരെ 90 ഡിഗ്രി മുകളിലേക്ക് നിർത്തും. അപ്പോൾ കൈകൾ രണ്ടും ഇങ്ങനെ വയ്ക്കാം. ഇനി ചെറിയ തോതിലോ അല്ലെങ്കിൽ കഠിനമായ നടുവേദനയുള്ളവരാണെങ്കിൽ കൈകൾ രണ്ടും ബട്ടക്സിനിടയിലേക്ക് വയ്ക്കുക. കാലിങ്ങനെ മടക്കി വെച്ചാലേ നമുക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വയ്ക്കുക, ഒരു കൈ ഇങ്ങനെ വയ്ക്കുക, മറ്റേ കൈ അടുത്ത ബട്ടക്സിൻ്റെ താഴെ വയ്ക്കാം. ഓക്കെ, കാലുകൾ രണ്ടും നീട്ടി വയ്ക്കാം. എന്നിട്ട് ഓരോ കാല് ഞാൻ ഉയർത്താൻ പോവുകയാണ്. നോക്കിക്കോളാം. ഞാൻ ഇൻഹേൽ എപ്പം എന്ന് പറയുമ്പോൾ ഇത്ര ഉയർത്തുക, എത്ര ഉയർത്താൻ പറ്റുമോ അത്ര ഉയർത്തി പിടിക്കുക. എന്നിട്ട് അത് താത്തി വയ്ക്കുക. എന്നിട്ട് അടുത്ത കാല് പൊക്കുക. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരുമിച്ചൊരു 10 ചെയ്താലോ? വീഡിയോയിലേക്ക് അല്ലെങ്കിൽ മൊബൈലിലേക്ക് നോക്കണമെന്നില്ല. ഞാൻ പറയുന്നതനുസരിച്ച് ഇത് കണ്ട് പഠിച്ചല്ലോ. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്നത് കേട്ടിട്ട് ചെയ്യാം. ഓക്കെ, നോക്കിക്കോളാം. ഞാൻ ഇൻഹേൽ അപ്പ് എന്ന് പറയുമ്പോൾ വലത് കാൽ പൊക്കുക, അല്ലെങ്കിൽ ഇൻഹേൽ റൈറ്റ് ലെഗ് അപ്പ് എന്ന് പറയുമ്പോൾ വലത് കാൽ പൊക്കുക. എക്സൈൽ ഡൗൺ എന്ന് പറയുമ്പോൾ അത് താത്തി വയ്ക്കുക. ഇൻഹേൽ ലെഫ്റ്റ് ലെഗ് അപ്പ് എന്ന് പറയുമ്പോൾ ഇടത് കാൽ പൊക്കുക. എക്സൈൽ ഡൗൺ എന്ന് പറയുമ്പോൾ അത് താത്തി വയ്ക്കുക. റെഡി? യെസ്. ഇൻഹേൽ റൈറ്റ് ലെഗ് അപ്പ് 90 ഡിഗ്രി. Exhale down. Inhale left leg up. Exhale down. Inhale right leg up. Exhale down. Inhale left leg up. Exhale down. Inhale right leg up. Exhale down. Inhale left leg up. Exhale down. ഇങ്ങനെ ഓരോ കാലും 10 തവണ വീതം ചെയ്യുക. ഓക്കെ, കൈകൾ ബട്ടക്സിനിടയിൽ തന്നെ വെച്ചേക്കുക. അടുത്ത ആസനത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ദ്വിപാദ ഉത്ഥാനാസനം, അല്ലെങ്കിൽ 2 കാലുകളെയും ഉയർത്തുന്ന രീതി, അല്ലെങ്കിൽ മേരുദണ്ഡാസനം എന്ന് പറയും ഇതിന്. ഓക്കെ, അപ്പോൾ 2 കാലുകളും ചേർത്ത് വെച്ചിട്ട് വയറൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഉള്ളിലേക്ക് വലിച്ചു പിടിക്കണം മാക്സിമം. ആ വയറിൻ്റെ ബലം കൊണ്ട് വേണം കാല് പൊങ്ങാൻ. അതായത് കാല് വെറുതെ ഇങ്ങനെ പൊക്കരുതെന്നർത്ഥം. വയറിൻ്റെ ബലം കൊണ്ട് വയറ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഞാൻ ഇൻഹേൽ എപ്പോൾ പറയുമ്പോൾ 2 കാലും ഒരുമിച്ച് പൊക്കുക. ഇവിടെ ഇത്തവണ നമ്മൾ കുത്തനെ ഉയർത്തേണ്ട, 45 ഡിഗ്രി മതി. ഇതാ ആദ്യത്തെ ഒരു തവണ കണ്ടു നോക്കുക. ഉണ്ടോ? ഇൻഹേൽ അപ്പ്, ഇത്രയും മതി. ഇനി താത്തി വയ്ക്കുക. റൈറ്റ്, പഠിച്ചല്ലോ. ഇനി അത് നോക്കാതെ ചെയ്യുക. വീഡിയോയിലേക്ക് അല്ലെങ്കിൽ മൊബൈലിലേക്ക് നോക്കാതെ ചെയ്യുക. ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഒരു 5 തവണ. ഇൻഹേൽ 5, exhale down. Inhale 4, exhale down. Inhale 3, exhale down. Inhale 2, exhale down. Inhale 1, exhale down. ഓക്കെ, കൈകൾ ബട്ടക്സിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് കാലുകൾ രണ്ടും മടക്കി വയ്ക്കുക. കൈകൾ റിലീസ് ചെയ്തു, മലർത്തി അയച്ചിട്ടു. നട്ടലിനൊക്കെ ഒരു വിശ്രമം കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ കൈകൾ രണ്ടും വയറിൻ്റെ മുകളിൽ വെച്ചിട്ട് ദീർഘമായി ശ്വാസം എടുക്കുക. ഇൻഹേൽ, എക്സേൽ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഓക്കെ, അതുമായി. അടുത്തത് കാലുകൾ രണ്ടും ഇപ്പോൾ വച്ചിരിക്കുന്ന പോലെ മടക്കി വയ്ക്കുക. കൈകൾ രണ്ടും തറയിൽ കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ തോള് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാലിൻ്റെ ആംഗിളിൽ പിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് അരക്കെട്ടിനെ ഞാൻ മുകളിലേക്ക് ഉയർത്തുകയാണ്. നോക്കിക്കോളണം. ഇതാ ഇത്ര ഉയർത്തി പിടിക്കുക. താടി നെഞ്ചിനോട് ചേർന്നിരിക്കണം. തോള്, കൈയിൻ്റെ ഭാഗങ്ങൾ, കാൽപാദമൊക്കെ തറയിലാണ്, തലയും തറയിലാണ്. അരക്കെട്ട് മാത്രം ഉയർന്നു നിൽക്കുകയാണ്. ശ്വാസം എടുക്കുക, വിടുക, പതുക്കെ താത്തി കൊടുക്കുക. അഗെയിൻ ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്. അവിടെ നിന്നിട്ടൊന്ന് ശ്വാസം എടുക്കുക, വിടുക. തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ്. ആ തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കുമ്പോൾ തന്നെ പതുക്കെ താത്തി വയ്ക്കാം. തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കപ്പെടുമ്പോൾ നമ്മുടെ അമിതവണ്ണം കുറയാൻ ഏറ്റവും നല്ല ആസനമാണിത്. ടോട്ടൽ ബോഡി വെയിറ്റ് കുറയാനും നമ്മുടെ ദഹനശേഷി നന്നായിട്ട് നടക്കാനും മെറ്റബോളിസം നന്നായിട്ട് നടക്കാനും നടുവേദന ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ ഏറ്റവും നല്ല ആസനമാണിത്. കന്ദരാസനം എന്ന് പറയും. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ കിടന്നിട്ട് കാലുകൾ രണ്ടും പതുക്കെ മുന്നോട്ട് നീട്ടി വയ്ക്കാം. അടുത്തത് അർദ്ധ പവനമുക്താസനം. വലത് കാലൊന്ന് മടക്കിയെടുക്കുക,
2 കൈകൾ കൊണ്ട് ആ കാലിനെ കോർത്ത് പിടിക്കുക, അതിനെ ഒന്ന് നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക. തല പതുക്കെ ഉയർത്തി ആ കാലിൻ്റെ അടുത്തേക്ക് കൊണ്ടിട്ട് താടി കാലിൻ്റെ അടുത്തേക്ക് ശ്രമിക്കുക. ഓക്കെ, പതുക്കെ താഴ്ത്തി വയ്ക്കുക, ആ കാല് മുന്നോട്ട് നീട്ടി വയ്ക്കുക, ഈ കാല് മടക്കിയെടുക്കുക, അതും ഇങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, പതിയെ തല താഴ്ത്തി വയ്ക്കുക, കാല് മുന്നോട്ട് നീട്ടി വയ്ക്കുക. ഇതും ഇരുവശങ്ങളിലും 10 വീതം ചെയ്യാം. അത് കഴിഞ്ഞാൽ അടുത്തത് പൂർണ്ണ പവനമുക്താസനം. കാലുകൾ രണ്ടും മടക്കിയെടുത്തിട്ട് കാൽപാദങ്ങളൊന്നും തറയുന്ന പൊക്കിയെടുത്തിട്ട് ആ തുടയെ രണ്ടിനെയും വയറിനോട് ചേർത്ത് പിടിക്കുക. ഇങ്ങനെ കൈകൾ കൊണ്ട് ചേർത്ത് അങ്ങനെ പിടിച്ച് ഒന്ന് ശ്വാസം എടുത്ത് വിട്ടിട്ട് പതുക്കെ തല ഉയർത്തി താടി കാൽമുട്ടിനടുത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. പതുക്കെ താഴേക്ക് പോവുക. വീണ്ടും ഇപ്പം നമ്മൾ ചെയ്തത് ഡയബറ്റിസ് എന്ന അസുഖത്തിന് ഗണ്യമായ ഒരു കുറവ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കുറേയെങ്കിലുമൊക്കെ സുഖപ്പെടുത്താനായിട്ട് ഈ ആസനം വളരെ നല്ലതാണ്. പാൻക്രിയാസിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കും. അതാണ് എൻ്റെ പ്രത്യേകത. പാൻക്രിയാസിന് നമ്മൾ നല്ലൊരു മസാജിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസുലിൻ്റെ പ്രവർത്തനമൊക്കെ ഉൽപ്പാദനം നന്നായിട്ട് നടക്കും. അപ്പോൾ അതുവഴി നമുക്ക് ഡയബറ്റിസ് കുറച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഈ കാലുകൾ രണ്ടും ഇങ്ങനെ തന്നെ വെച്ചിട്ട് കൈകൾ രണ്ടും ഇങ്ങനെ ഇരുവശങ്ങളിലേക്ക് ഇടുക. ഇട്ടിട്ട് ഈ 2 കാൽമുട്ടുകളെയും ഒരു വശത്തേക്ക് കൊണ്ടുപോവുക. നോട്ടം മറുവശത്തേക്കായിരിക്കണം. ഇത് നേരെ വരാം, മറുവശത്തേക്ക് നേരെ വരാം. ഇതും 10 വീതം അല്ലെങ്കിൽ 5 വീതം ചെയ്യാം ഇരുവശങ്ങളിലേക്കും. അപ്പോൾ അത്രയായി. അപ്പോൾ നമ്മുടെ മലർന്ന് കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ ഏകദേശം കഴിഞ്ഞു. ഇനി പതുക്കെ നമുക്കൊന്ന് എഴുന്നേറ്റിട്ട്, എഴുന്നേൽക്കുന്നത് ഇതുപോലെ തന്നെ വേണം. നമ്മൾ എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെ വേണം എഴുന്നേറ്റ് വരാനായിട്ട്. കൈ വലത് കൈ തറയിൽ കുത്തിയിട്ട് പതുക്കെ എഴുന്നേറ്റ് വരിക. എഴുന്നേറ്റ് വന്നിട്ട് എഴുന്നേറ്റിരിക്കണം എന്നില്ല, അതുപോലെ തന്നെ ഒന്ന് കമഴ്ന്ന് കിടന്നേക്കുക. ഇങ്ങനെ ആ കമഴ്ന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കിടക്കുന്ന കൈ വയ്ക്കുന്ന രീതി ഇങ്ങനെയാണ്. ഒരു കൈപ്പത്തി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ കൈപ്പത്തി കൊണ്ട് വയ്ക്കുക. എന്നിട്ട് തല ചരിച്ച് കവിൾ അതിന്മേൽ വയ്ക്കുക. ഇങ്ങനെ ഈസിയായിട്ട് വയ്ക്കുക. കാലിൻ്റെ ഈ തള്ളവിരൽ തമ്മിൽ ചേർന്നിരിക്കും. ഉപ്പൂറ്റി ഇരുവശങ്ങളിലേക്കുമായിട്ട് ഇങ്ങനെ അയഞ്ഞ് കിടക്കും. ഇങ്ങനെ വരണം. അടിവയറിൻ്റെ ഭാഗമൊക്കെ തറയിൽ തൊട്ട് വയ്ക്കുക, വയറ് തൊട്ട് വയ്ക്കുക, നെഞ്ച് തൊട്ട് വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. മകരാസനം എന്ന് പറയും, വിശ്രമാസനം എന്ന് പറയും. ഓക്കെ, എന്നിട്ട് അവിടുന്ന് പതുക്കെ കൈകൾ ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെയും കിടക്കാം. ഇതും മകരാസനം തന്നെയാണ്, വിശ്രമാസനമാണ്. നട്ടൽ മുഴുവനും അയച്ചിടുക, ശരീരം മുഴുവനായും അയച്ചിട്ട് കിടക്കുക. ഓക്കെ, അങ്ങനെ അയച്ചിട്ട് കിടക്കുമ്പോൾ നമുക്ക് പൂർണ്ണ വിശ്രമം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ കമന്ന് കിടന്നുകൊണ്ടുള്ള ആദ്യത്തെ ആസനത്തിലേക്ക് പോകാം. ആദ്യം നോക്കുക, കൈകൾ രണ്ടും കൈപ്പത്തികൾ രണ്ടും നെഞ്ചിന് ഇരുവശമായിട്ട് ഇങ്ങനെ വയ്ക്കുക. കാണാമല്ലോ, നെറ്റ് തറയിൽ തൊട്ട് വയ്ക്കാം. എന്നിട്ട് പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് ആ ഷോൾഡർ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് മുതുകല്ലുകൾ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് തല പതുക്കെ ഉയർത്തുക. ഇങ്ങനെ വരും. സർപ്പാസനം അല്ലെങ്കിൽ ഭുജംഗാസനം എന്ന് പറയും. എന്നിട്ട് അതുപോലെ തന്നെ താഴേക്ക് പോവുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാലുകൾ ചേർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈമുട്ടുകൾ ഇങ്ങനെ അകന്നു പോകരുത്. കൈമുട്ടുകൾ ശരീരത്തോട് ചേർന്നിരിക്കണം. ഇതാ നോക്കുക, ഫുള്ളിങ്ങനെ നിവരണം എന്നില്ല. കൈ ഇങ്ങനെ പിടിച്ചാൽ മാക്സിമം തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. മുഖവും നെറ്റിയൊക്കെ അയച്ചിടണം, റിലാക്സ്ഡ് ആയിട്ട്. കാണാമല്ലോ, അത് ഞാനിങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ കിടക്കുക, കൈകൾ രണ്ടും നെഞ്ചിൻ്റെ ഇരുവശവും വെച്ചു, ഷോൾഡർ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് തല ഉയർത്തി ഇങ്ങനെ. ആ വയറിൻ്റെ ഭാഗത്തും നെഞ്ചിൻ്റെ ഭാഗത്തും മുതുകിൻ്റെ ഭാഗത്തും കിട്ടുന്ന സ്ട്രെച്ച് മനസ്സിൽ കാണുക. എന്നിട്ട് പതിയെ താഴേക്ക് പോവുക. ഇതും എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് മകരാസനത്തിലേക്ക് വരിക. ആ കമഴ്ന്ന് കിടന്നുള്ള ആസനം, വിശ്രമാസനം. അങ്ങനെ അല്പസമയം കിടക്കുക. മകരാസനത്തിൽ അല്പസമയം വിശ്രമിച്ചിട്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശലഭാസനം. ശലഭാസനം. കൈകൾ രണ്ടും ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോവുക. താടി തറയിൽ തൊട്ട് വയ്ക്കുക. താടി. കൈകൾ രണ്ടും ഇങ്ങനെ ബട്ടക്സിനടിയിലേക്ക് ഇങ്ങനെ നമ്മുടെ തുടയുടെ അടിയിലേക്ക് കയറ്റി വയ്ക്കുക. ഇങ്ങനെ വയറിനടിയിലേക്ക് കണ്ടാ ഇങ്ങനെ നന്നായിട്ട് വയ്ക്കുക. എന്നിട്ട് വയറിന് ബലം കൊടുത്തുകൊണ്ട് നെഞ്ചിന് ബലം കൊടുത്തുകൊണ്ട് ദീർഘമായൊരു ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ടിട്ട് വലത് കാൽ ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് വിട്ടുകൊണ്ട് താഴ്ത്തി വയ്ക്കുക. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ.
ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. എന്നിട്ട് വീണ്ടും മകരാസനത്തിലേക്ക് വരിക, വിശ്രമാസനത്തിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഈ ശലഭാസനം നിങ്ങൾക്ക് കൂടുതൽ സമയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോസ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ പഠിച്ചെടുത്തിട്ട്, ഇപ്പോൾ ചെയ്ത പോലെ അത് പഠിച്ചെടുത്തിട്ട് 10 തവണ 20 തവണ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വീഡിയോയിൽ കുറച്ച് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ. വീണ്ടും നമ്മളൊന്നുകൂടെ ആ കൈകൾ രണ്ടും ഈ നമ്മുടെ തുടയുടെ അടിയിലേക്ക് വയ്ക്കുക, താടി തറയിൽ തൊട്ട് വയ്ക്കുക. 2 കാലും ഞാൻ ഒരുമിച്ച് ഉയർത്താൻ പോവാണ്. നേരത്തെ നമ്മൾ ഓരോ കാലും ഉയർത്തി, ഇനി 2 കാലും ഒരുമിച്ച് ഉയർത്താൻ പോകുന്നു. ഇതാ നോക്കിക്കോളണം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. പഠിച്ചല്ലോ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇത് പതുക്കെ താത്തി വയ്ക്കുക, കൈകൾ റിലീസ് ചെയ്യുക, വീണ്ടും മകരാസനത്തിലേക്ക് വരിക. ഇതൊന്ന്. അടുത്തത് കമന്ത് നടന്നുകൊണ്ടുള്ള ആസനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് കൈകൾ രണ്ടും മുന്നോട്ടിങ്ങനെ നീട്ടി വയ്ക്കുക, നെറ്റി തറയിൽ തൊടുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഈ വലത് കൈയും ഇടത് കാലും ഒരുമിച്ച് വെക്കുക. കാണാമല്ലോ, അത് താത്തി വയ്ക്കുക. ഇടത് കൈയും വലത് കാലും ഒരുമിച്ച് വെക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം നോക്കി പഠിക്കുക, എന്നിട്ട് ഇവർ ചെയ്യുക. ഓക്കെ. വലത് കൈ, ഇടത് കാൽ, ഇടത് കൈ, വലത് കാൽ, വലത് കൈ, ഇടത് കാൽ, ഇടത് കൈ, വലത് കാൽ. അത് താത്തി വയ്ക്കുക. അപ്പോൾ കറക്റ്റായി. ഇനി നമുക്ക് തെറ്റ് തറ തൊട്ട് വെച്ചിട്ട് തല ഉയർത്തണം, നെഞ്ചിൻ്റെ കുറച്ച് ഭാഗം ഉയർത്തണം, കൈകൾ ഉയർത്തണം. അതാ ഇങ്ങനെ വെറുതെ സിമ്പിളായിട്ട് ഇങ്ങനെ വരും. കാണാമല്ലോ. അടുത്ത ഒന്നുകൂടെ കാണിച്ചു തരാം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഒന്നുകൂടെ ചെയ്യാം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇത് ദോലാസനം എന്ന് പറയും. ദോലാസനം പൂർണ്ണമാണെങ്കിൽ ഒന്നുകൂടി ചെയ്യണം. കൈ ഇങ്ങനെ പൊക്കുന്നതോടൊപ്പം കാലും കൂടി പൊക്കി കൊടുക്കണം. സൂപ്പർമാൻ പോസ് എന്ന് പറയും. കുട്ടികളുടെയൊക്കെ കാർട്ടൂണിൽ കണ്ടിട്ടില്ലേ, സൂപ്പർമാൻ പറക്കുന്ന, അത് തന്നെ. ഇങ്ങനെ വന്നിട്ട് ഒന്നുകിൽ ആദ്യം കാല് പൊക്കുക, എന്നിട്ട് കൈ പൊക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് പൊക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യുക. 1, പറക്കാൻ ശ്രമിക്കുന്ന പോലെ. 2, 3. ഇത്ര ചെയ്യുമ്പോൾ അങ്ങനെ. പിന്നെ നമുക്ക് ആ മകരാസനത്തിലൊന്ന് വിശ്രമിക്കാം. വിശ്രമം വളരെ അത്യാവശ്യമാണ്. ഓരോ ആസനങ്ങൾക്കിടയിൽ നല്ല സുഖകരമായ രീതിയിൽ മനസ്സിനും ശരീരത്തിനും വിശ്രമം കൊടുത്തിട്ട് മാത്രമേ അടുത്തതിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെ, ആ വിശ്രമിക്കുന്ന സമയത്തൊക്കെ ദീർഘമായി ശ്വാസം എടുത്ത് വിടാം. അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട എനർജി വീണ്ടും തിരിച്ചു കിട്ടും. നമുക്ക് വീണ്ടും ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് വരാം. എഴുന്നേറ്റ് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ വരാവുള്ളൂ. ഇങ്ങനെ പൂച്ച നിൽക്കുന്ന പോലെ നിൽക്കണം. കൈകൾ രണ്ടും കറക്റ്റ് ഷോൾഡറിൻ്റെ താഴെ വരിക. എന്നിട്ട് നടുവൊന്ന് കുഴിച്ച് തല ഉയർത്തി ഒന്ന് മുകളിലേക്ക് നോക്കുക. അങ്ങനെ ഓക്കെ അല്ലേ? എന്നിട്ട് പതുക്കെ തല താഴ്ത്തുക. ഈ കാൽമുട്ടുകൾ രണ്ടും അല്പം ഒന്ന് അകത്തി വയ്ക്കുക. ഇങ്ങനെ. എന്നിട്ട് ആദ്യം ഞാൻ ഈ വശങ്ങളിൽ നിന്ന് കാണിച്ചു തരാം, പിന്നെ നേരെ വരാം. എന്നിട്ട് ഈ പൃഷ്ഠഭാഗം ഒന്ന് പുറകോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ബട്ടക്സ് നമ്മൾ ഉപ്പൂറ്റിയോട് ചേർത്ത് വയ്ക്കുക. ഉപ്പൂറ്റിയോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കൈകളിങ്ങനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. ഒപ്പം പതുക്കെ ഉടൽ താഴ്ത്തി കൊണ്ടുവരിക. എന്നിട്ട് പതുക്കെ നെറ്റി തറയിലേക്ക് തൊടാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ ഇരുന്നിട്ട് ശ്വാസം എടുക്കാൻ വിടുക. ഈ ബട്ടക്സിൻ്റെ ഭാഗം ഇങ്ങനെ പൊങ്ങി പോരരുത്, അത് പുറകോട്ട് തന്നെ അമർത്തി പിടിക്കുക. എന്നിട്ട് വേണം അങ്ങനെ ഇരുന്ന ശേഷം ഒരു ഇരിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ആ കൈ പുറകോട്ട് കൊണ്ടുവരിക. ഓരോ കൈയായിട്ട് പുറകോട്ട് കൊണ്ടുവരിക. അങ്ങനെ ഇരിക്കുക, മുന്നോട്ട് കുഞ്ഞിരിക്കുക. ശ്വാസം എടുക്കുക, വിടുക. ഇവിടുന്ന് പതുക്കെ ഉയർന്നു വരേണ്ടത് ഇങ്ങനെയാണ്. കൈകൾ രണ്ടും ഇവിടെ കുത്തിയിട്ട് പതുക്കെ ആദ്യം തലപൊക്കുക, നെഞ്ചുയർത്തുക, ഉടലുയർത്തുക, നിവർന്നു വരിക, കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കുക. പതുക്കെ കൈകളിങ്ങനെ കാലിൻ്റെ തുടയിൽ വെച്ചിട്ട് നിവർന്നിരിക്കുക. നിവർന്നങ്ങനെ ഇരിക്കുക. ഈ ഇരിക്കുന്ന രീതിക്ക് വജ്രാസനം എന്ന് പറയും. നമ്മൾ നേരത്തെ മുന്നോട്ട് കുനിഞ്ഞിരുന്ന രീതിക്ക്
ശശാങ്കാസനം അല്ലെങ്കിൽ ബേബി പോസ്ചർ എന്ന് പറയും. ആ ശശാങ്കാസനം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മളിരുന്നല്ലോ, ഇങ്ങനെ ഇരുന്നിട്ട് കാലുകളിങ്ങനെ അല്പാകത്തി വയ്ക്കുക. അത് മുന്നോട്ട് കുനിഞ്ഞിരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. കൈകൾ രണ്ടും ഇങ്ങനെ തറയിലോ അല്ലെങ്കിൽ മാറ്റിലോ കൊടുക്കുക. ഒന്നിങ്ങനെ ഉടൽ ഉയർത്തി ഒന്ന് നോക്കിയിട്ട് പതിയെ പതിയെ മുന്നോട്ട് കുനിഞ്ഞ് എന്നിട്ട് പതുക്കെ ഓരോ കൈയായിട്ട് പുറകോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ ഇരുന്ന് ശ്വാസം എടുക്കാം. പതിയെ തല ഉയർത്തി ഉടലുയർത്തി നിവർന്നു വരാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ബേബി പോസ്ചർ കാലിൻ്റെ മരവിപ്പ് മാറാനായിട്ട് നല്ലതാണ്. നമ്മുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും. അൽഷിമേഴ്സ് പോലുള്ള ഓർമ്മക്കുറവ് അതൊക്കെ വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം കിട്ടാൻ, കണ്ണുകൾക്ക് നല്ല ഊർജം കിട്ടാൻ ഒക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുക. ശശാങ്കാസനമൊക്കെ. അപ്പോൾ ഇത്ര ആസനങ്ങൾ ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു ദിവസത്തെ പരിപാടികൾ അവസാനിപ്പിക്കാം. ഇനിയുണ്ട് ആസനങ്ങൾ, പക്ഷെ നമ്മൾ തൽക്കാലം ഇത്രയും മതി. ഇത്രയെങ്കിലും ചെയ്തിരിക്കണം. എന്നിട്ട് സുഖമായിട്ട് ഇങ്ങനെ ഒന്ന് ചമ്രം പിടിച്ചിരിക്കുക. എന്നിട്ട് പതുക്കെ വീണ്ടും ഒന്ന് കിടക്കാം. കിടന്നിട്ട് ഒരു ശവാസനം ചെയ്യണം. അത് നിർബന്ധമായ കാര്യമാണ്. അപ്പം ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ശവാസനം ഒന്ന് കേട്ട് നോക്കുക. അത് വളരെ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ഇതാ നമ്മൾ നേരത്തെ കിടന്ന പോലെ തന്നെ കാലുകൾ മുന്നോട്ട് നീട്ടി വെച്ചിട്ട് പതുക്കെ ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുക. സുഖകരമായ രീതിയിൽ കിടന്നിട്ട് ഒന്നങ്ങനെ കിടക്കുക. പതിയെ പതിയെ മലർന്ന് കിടക്കുക. നട്ടിലൊക്കെ ഒന്ന് അയച്ചിട്ട ശേഷം കാലുകൾ രണ്ടും മടക്കി വെച്ചിട്ട് പതിയെ നിവർന്നങ്ങനെ വന്നിട്ട് സാവധാനം കാലുകൾ രണ്ടും മുന്നോട്ട് നീട്ടി വെച്ച് കിടക്കുക. കാലുകൾ കുറച്ചകത്തി വയ്ക്കണം. ഒന്ന് അല്പകത്തി വെച്ചിട്ട് കാൽപാദങ്ങൾ ഇരുവശങ്ങളിലേക്കുമായിട്ട് അയച്ചിട്ട് കൈകൾ ശരീരത്തിൻ്റെ ഇരുവശവുമായി മലർത്തി അയച്ചിട്ട് തല നേരെ വെച്ച് കണ്ണുകളടച്ച് വെച്ച് കിടക്കുക. ശ്വാസഗതിയിൽ തന്നെ ശ്രദ്ധിക്കുക. ആ വയറിൻ്റെ ചലനം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് യോഗനിദ്ര. നിദ്ര തന്നെ ഒരു ഉറക്കമാണ്, എന്നാൽ അത് യോഗനിദ്രയാണ്. അപ്പോൾ ഉറക്കമായിട്ട് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായല്ലോ. വെറും ഉറക്കമല്ല യോഗനിദ്ര. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായും അയച്ചിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, പഞ്ചേന്ദ്രിയങ്ങളിൽ ആ 5 ഇന്ദ്രിയങ്ങളെ നമ്മളൊന്ന് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുകയാണ്. അതായത് തൽക്കാലം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുകയാണെന്നർത്ഥം. ചെവി ഒഴികെ, കാരണം ചെവിയിലൂടെ കേട്ടല്ലേ പറ്റുള്ളൂ നമ്മൾ. അപ്പോൾ ആ ചെവി ഒഴികെ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളൊന്ന് പതുക്കെ ഉള്ളിലേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. അങ്ങനെ ആ ശബ്ദം കൊണ്ട് മാത്രം, ഇനി കേൾക്കുന്ന ശബ്ദങ്ങൾ മാത്രം, കണ്ണ് തുറക്കാൻ പാടില്ല, ശരീരഭാഗങ്ങൾ ചലിപ്പിക്കാൻ പാടില്ല. നോക്കി പഠിച്ചാൽ മതി. ഇതുപോലെ കിടക്കുന്നതിന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ലല്ലോ. പറഞ്ഞ നിർദ്ദേശങ്ങൾ ഓർക്കുക അല്ലെങ്കിൽ കേൾക്കുക. കാലുകൾ രണ്ടും 2 അടി വിട്ടുവെച്ച് കാൽപാദങ്ങൾ ഇരുവശങ്ങളിലേക്കുമായിട്ട് അയച്ചിട്ട് തല നേരെ വെച്ച് കണ്ണുകൾ അടച്ചു വെച്ച് കിടക്കുമ്പോൾ കൈകൾ ശരീരത്തിൻ്റെ ഇരുവശവുമായി മലർത്തി അയച്ചിട്ട് തല നേരെ വെച്ച് കിടക്കുക. ശരീരഭാരം മുഴുവൻ തറയിലേക്കൊന്ന് വിട്ടുകൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ഒരു പഞ്ഞിക്കെട്ട് പോലെ തറയിൽ അങ്ങനെ കിടക്കാം. ശ്വാസഗതിയിൽ ശ്രദ്ധിക്കാം. ഹൃദയത്തിൻ്റെ താളത്തിൽ ശ്രദ്ധിക്കാം. ഹൃദയസ്പന്ദനം എല്ലാം വ്യക്തമായി കേൾക്കാം. അങ്ങനെ കിടന്നുകൊണ്ട് ശരീരത്തിലൂടെ, ശരീര അവയവങ്ങളിലൂടെ മനസ്സുകൊണ്ടൊന്ന് സഞ്ചരിക്കാം. നമ്മൾ കണ്ണ് തുറക്കുന്നില്ല, അല്ലാതെ തന്നെ മനസ്സുകൊണ്ട് കാണാം. അപ്പം ഞാൻ പറയുന്ന ശരീരഭാഗങ്ങളിലൂടെ ചലിക്കുക. ആദ്യം വലതുകാൽ, ഇടതുകാൽ, അരക്കെട്ട്, വയറ്, നെഞ്ച്, വലത് കൈ, ഇടത് കൈ, കഴുത്ത്, മുഖം, തല, മുതുക് മുഴുവൻ. ശരീരം മുഴുവനായും അയഞ്ഞ് കിടക്കുകയാണ്. അതിസുഖകരമായൊരവസ്ഥ. ആ അവസ്ഥയിൽ അങ്ങനെ കിടന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നൊന്ന് മനസ്സിൽ കാണുക. എന്തെല്ലാം ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നു പോകും. അതെല്ലാം അങ്ങനെ വന്നു പോയിക്കോട്ടെ. ഒന്നിനെയും തടസ്സപ്പെടുത്തണ്ട. മനസ്സും ശരീരവും അപാരമായ ഒരു ശാന്തതയിലേക്ക് അങ്ങനെ പോകുന്നതായി മനസ്സിൽ കാണുക. ആ ഒരു ശാന്തത, ആ ഒരു സ്വസ്ഥത, ആ ഒരു സുഖകരമായൊരവസ്ഥ അതങ്ങനെ ആസ്വദിച്ചങ്ങനെ കിടക്കാം.
ഒരു 10 സെക്കൻഡ് നേരം ഒന്നും മിണ്ടാതെ അങ്ങനെ കിടക്കുക. യെസ്. ഇനി നല്ലൊരു ചിന്തയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താ നല്ല ചിന്ത? എൻ്റെ മനസ്സിപ്പോൾ ശാന്തമാണ്. ഏത് പ്രതിസന്ധിയെയും അല്ലെങ്കിൽ ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള അപാരമായ ശക്തി എനിക്കുണ്ട്. ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തെയും മറികടക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ കഴിവുകളും ഞാൻ നേടിയെടുത്തിരിക്കുന്നു. അതാണ് പറയുന്നത്. യോഗ എന്ന് പറയുമ്പോൾ വെറും ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല, മനസ്സിൻ്റെ ആരോഗ്യം കൂടി നോക്കണം. മനസ്സിൻ്റെ ആരോഗ്യം ഉണ്ടെങ്കിലേ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലേ മനസ്സിനും ആരോഗ്യം ഉണ്ടാവുള്ളൂ. അത് പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശാരീരികമായും മാനസികമായും സാമൂഹികമായും വ്യക്തിപരമായും നല്ല കരുത്ത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓരോ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അവരവർക്ക് അവരവരുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. അതെപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുക. നല്ല ആത്മാർത്ഥതയോടെ അങ്ങനെ സങ്കല്പിക്കുക. ആരോഗ്യമുള്ള ശരീരം, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം, സകല ചരാചരങ്ങളോടുമുള്ള സ്നേഹം. ചരാചരങ്ങൾ എന്ന് പറയുമ്പോൾ ജീവനുള്ളവയും ഇല്ലാത്തവയും ഒക്കെ എല്ലാത്തിനെയും നമ്മൾ സ്നേഹിക്കുകയാണ്. ആ സ്നേഹം അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് പതുക്കെ യോഗനിദ്രയിൽ നിന്നും ഉണർന്നു വരണം. ഉണർന്നു വരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ആദ്യം പുറമേ നിന്നുള്ള ശബ്ദങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. വാഹനങ്ങളുടെ ശബ്ദം, കിളികളുടെ ശബ്ദം എല്ലാം കേൾക്കാം. എല്ലാം അങ്ങനെ കേട്ടുകൊണ്ട് പതുക്കെ കാലുകളൊന്നും ചലിപ്പിക്കാം. എന്നിട്ട് കാലുകളൊന്നും ചേർത്ത് വയ്ക്കാം. കൈകൾ ഒന്ന് കോർത്ത് പിടിച്ചിട്ട് പുറകോട്ട് നീട്ടി നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ കൈകൾ മുന്നോട്ട് കൊണ്ടുവരിക. സാവധാനം ഒന്ന് ഇടതുവശത്തേക്ക് ചരിഞ്ഞ് കിടക്കാം. എന്നിട്ട് പതിയെ ആ വലത് കൈ തറയിലൂന്നി പതുക്കെ എഴുന്നേറ്റ് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ വരിക. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ കണ്ണ് തുറക്കാവുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് കണ്ണടച്ച് വയ്ക്കുക. സുഖാസനത്തിലേക്ക് ചമ്രം പടിഞ്ഞിരിക്കുക. ആ കണ്ണുകൾ അടച്ചു വെച്ചിട്ട് കൈകൾ ചിന്മുദ്രയിൽ, ചൂണ്ടുവിരലും തള്ളവിരലും തമ്മിൽ തൊട്ട് പിടിക്കുന്നതിനാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. നട്ടെല്ലൊക്കെ നിവർത്തിയിരുന്നിട്ട് മുഖവും നെറ്റിയും പുരികങ്ങളും ഒക്കെ അയച്ചിട്ടുകൊണ്ട് നല്ല സന്തോഷമായിട്ടിരിക്കുക. പുരികങ്ങളുടെ മധ്യത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കൈകൾ തൊഴുതു പിടിക്കാം. പ്രാർത്ഥന, ഇഷ്ടമുള്ള പ്രാർത്ഥനയില്ല, അവരവരുടെ മത ആചാരങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്രാർത്ഥന എന്താണോ മനസ്സിൽ തോന്നുന്നത് അതൊക്കെ പ്രാർത്ഥിക്കാം. മനസ്സിന് ശാന്തത, മനസ്സിന് കരുത്ത്, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത്, അതൊക്കെയാണ് ആവശ്യം. അതങ്ങനെ കാണുക. ആ കരുത്ത് മുഴുവൻ നേടിക്കൊണ്ട് നമുക്ക് പതുക്കെ ആ കൈകളൊന്ന് കൂട്ടി ഉരസാം. ആ ചൂടൊന്ന് വീണ്ടും കണ്ണിലേക്ക് വെച്ചിട്ട് മുഖം ഒന്ന് ഒഴിഞ്ഞെടുക്കുക. കഴുത്തിന് പിന്നിൽ വയ്ക്കുക. തോളുകളിലൂടെ കൈത്തണ്ടയിലൂടെ താഴ്ത്തി മുതുകിലേക്ക് കൊണ്ടുവന്ന് കാൽമുട്ടിലേക്ക് വന്ന് കാൽപാദങ്ങളെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പതിയെ സാവധാനം കണ്ണുകളൊന്ന് തുറന്നു വരിക. നല്ലൊരു ചിരിയോടുകൂടി നമുക്ക് ആ ഒരു ദിവസത്തെ വരവേൽക്കാം. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനിയും സമയമുണ്ട്. ഇത് നോക്കി പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് കാണുക. കണ്ടിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും പ്ലേ കൊടുക്കുക, അതും കാണുക. അങ്ങനെ പോസ് ചെയ്ത് ചെയ്ത ശേഷം അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യുക. നന്നായി ചെയ്യുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും മനസ്സിനും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്കിവിടെ നിർത്താം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു.